ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഹെയർ കെയർ ടിപ്സും അതുപോലെ തന്നെ ഒരു ഹെയർ ഓയിലിൻ്റെ ഒരു എങ്ങനെയാണ് ഏറ്റവും നന്നായിട്ട് അധികം ചേരുവകളില്ലാതെ നമുക്ക് ഹെയർ ഓയിൽ നല്ല രീതിയിൽ മുടി വളരത്തക്ക രീതിയിൽ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന് ആവണക്കെണ്ണയും ഒന്ന് വെളിച്ചെണ്ണയും. ഇത് രണ്ടും ഒരേ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. പകുതി ആവണക്കെണ്ണയും പകുതി വെളിച്ചെണ്ണയായിട്ട്. അപ്പോൾ ഈ ആവണക്കെണ്ണയുടെ കളർ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. നമുക്ക് സാധാരണ മെഡിക്കൽ ഷോപ്പിൽ മേടിക്കുന്ന ആവണക്കെണ്ണയ്ക്ക് ഇത്രയും കളർ ഉണ്ടാവില്ല. അപ്പം ഇത് ഞാൻ ഒറിജിനൽ ആവണക്കെണ്ണ മൈസൂരിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് അയച്ചു തന്നതാണ്. അപ്പം ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മളുടെ ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആവും. പൊതുവേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് മുടി വളർച്ച കൊണ്ട് മാത്രം മുടി വളർച്ച ഉണ്ടാവില്ല. പക്ഷേ നമ്മളത് പുറമേ പുരട്ടുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടും നമ്മളുടെ ഈ ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് അത്യാവശ്യം ഇപ്പം ചെറിയ രീതിയിൽ മുടി കൊഴിച്ചിലുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ആവണക്കെണ്ണ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഹെയർ കെയറിലേക്ക് മാറി. എനിക്ക് അത്യാവശ്യം നല്ല മുടിയുള്ള ആളായിരുന്നു. പക്ഷേ ഡെലിവറിക്കൊക്കെ ശേഷം എൻ്റെ മുടിയൊക്കെ കൊഴിയാൻ തുടങ്ങി. പിന്നെ അത്യാവശ്യം മടി കൊണ്ടും ഹെയറൊന്നും നോക്കാതെ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് വളരെ കുറവായി മാറി. അപ്പോൾ അതുകൊണ്ടും എനിക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ മുടിയുടെ ലെങ്ത്തും തിക്നെസ്സും എല്ലാം കുറഞ്ഞു. അപ്പോൾ വീണ്ടും ഹെയർ കെയറിലേക്ക് നീങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഒരു ഹെയർ സിറത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഹെയർ സിറം ഏറ്റവും ബെസ്റ്റാണ് മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നതാണെങ്കിലും എനിക്ക് ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ഭാഗത്ത് തലയോട്ടിയുടെ ഓരോ ഭാഗം നമ്മളിങ്ങനെ മുടി പാർട്ടീഷൻ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ പ്രഷർ കൊടുത്ത് ഓയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. നമ്മൾ വെറുതെ മുടിയുടെ പുറത്തൂടെ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതേപോലെ റൂട്ടിലും ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മുടിയുടെ അറ്റത്തും നമ്മൾ പ്രത്യേകം ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഫാസ്റ്റ് ആക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും വേഗത്തിൽ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നത്. വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മൾ ഹെയർ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പം ഹെയർ നന്നായിട്ട് ഹെയറിൽ ഓയിൽ തേച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തു തരാനുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. നമുക്കപ്പോൾ റിലാക്സ് ചെയ്യാനും പറ്റും. തല മുന്നോട്ടേക്ക് കുനിച്ചിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റിസൾട്ട് കിട്ടും. നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഓയിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ചുമ്മാ ഒന്ന് മസാജ് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കുമെന്നാണ് പറയുന്നത്. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ടാണ് അങ്ങനെ ഹെയർ ഗ്രോത്ത് വേഗം ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ ഡ്രാൻഡ്രഫ് പോകാനാണെങ്കിലും അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കാനാണെങ്കിലും തലയ്ക്ക് നല്ല തണുപ്പും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 2 മണിക്കൂർ ഓവർനൈറ്റ് ഒന്നും വെച്ചിട്ട് കിടക്കണ്ട. തണുപ്പ് ആവണക്കെണ്ണ നല്ല രീതിയിൽ തണുപ്പാണ്. അപ്പം പനിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇതിൽ കൂടുതൽ വെക്കാൻ ശ്രമിക്കേണ്ട. പിന്നെ ആവണക്കെണ്ണ നല്ല തിക്കായിട്ടുള്ളതുണ്ട് ആണ്. അപ്പം അത് നമുക്ക് അരക്ക് പറ്റി പിടിച്ചിരിക്കുന്ന പോലെ തോന്നും. നമുക്കൊരു ഇറിറ്റേഷനാണ്. അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ഷാമ്പു യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. ഷാമ്പു യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടീഷണറും കൂടെ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക.